മൂപ്പിച്ചു കൊടുക്കാൻ മാധ്യമങ്ങളും സ്വയം നിയന്ത്രണം കൈവിട്ടതുപോലെ അർജുനായെങ്കിയും ഒടുവിൽ ഒരു അബദ്ധമായ അല്ലെങ്കിൽ അനുചിതവും അനാവശ്യവുമായ ഒരു സംഗതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുകയാണ് അർജുനായങ്കിയുടെ വിഷയത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യങ്ങളെ സമചിത്തതയോടെ കണ്ട് നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കലും നിയമപരമായ പരിഹാരം തേടലിനും അപ്പുറത്ത് അർജുനായങ്കി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വെച്ച് അയാളെ പിടിച്ചില്ലല്ലോ, പിടിച്ചില്ല, അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് ഈ അനാവശ്യമായ വൈരാഗ്യവും പകയും ഏറ്റുമുട്ടാനുള്ള മനോഭാവവും ആളിക്കത്തിച്ച് പറ്റുമെങ്കിൽ 3-4 ദിവസം ആളുകളെ കാണിക്കാനുള്ള വീഡിയോ ക്ലിപ്പുകളും ആവേശം കൊള്ളിക്കാനുള്ള കട്ടിങ്ങുകളുമായി നിറഞ്ഞു നിൽക്കുന്നവരുടെ താല്പര്യങ്ങളെ കേരള പോലീസും അർജുനായങ്കിയും തിരിച്ചറിയണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ആ കാര്യത്തിൽ വളരെ പക്വതയുള്ള നിയമവിധേയമായ കാര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകേണ്ടത്, അല്ലാതെ അനാവശ്യങ്ങളിലേക്കും അവിവേകത്തിലേക്കുമല്ല എന്ന കാര്യം ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അർജുനായങ്കെ എന്ന് പറയുന്ന ഒരാളിനെ എനിക്ക് സാമൂഹ്യ മാധ്യമത്തിലേ അറിയൂ. ഈ മറ്റു പലരെയും പോലെ വളരെ കഠിനമായ പ്രയോഗങ്ങളും ചില വാശി തീർക്കലും ചില കടുപ്പത്തിലുള്ള പ്രസ്താവനകളും ചില ആക്ഷേപിക്കുന്നത് പോലെയുള്ള രാഷ്ട്രീയ പ്രസ്താവനകളും ഒക്കെ പുള്ളി പോസ്റ്റ് ഇടാറുണ്ട്. അല്ലാതെ പുള്ളി ഒരു എന്താ പറയുന്നത് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൂട്ടക്കൊലയുടെ ആളായിട്ടൊന്നും ഞാനെങ്ങും വായിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പം നിരവധിയായ കേസുകളുണ്ട് എന്ന് പറയപ്പെടുന്നു. അതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ സംഗതി അവസാനം അദ്ദേഹത്തിന് ആ ഇലക്ഷൻ സമയത്തോ മറ്റോ ആണെന്ന് തോന്നുന്നു. എന്തോ ഒരു കാര്യത്തിന് കരുതൽ തടങ്കലിൽ വെച്ചെന്നോ 3 മാസം ജയിലിൽ അയച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ചിത്രം മാറുന്നത്. അത് മാറിക്കഴിഞ്ഞ് ഈ പറയുന്ന സംഗതി പിന്നീട് അടുത്തടുത്ത ഘട്ടങ്ങളിലേക്ക് വളരെ വൈകാരികതയോടെ അവിവേകത്തോടെ സമീപിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു CIയെ വെല്ലുവിളിക്കുന്നു, SIയെ ചീത്ത വിളിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു, തൻ്റെ ജീവിതം തകർത്തവരെ താൻ അതിന് കണക്ക് പറയിക്കും എന്നൊക്കെ പറയുന്നു. അത് വധശ്രമത്തിനുള്ള ആഹ്വാനമായി ചിത്രീകരിക്കപ്പെടുന്നു. അങ്ങനെ അല്ലെന്ന് പുള്ളി പറയുന്നു. ഇതിനിടയിലേക്ക് ഈ കേരള പോലീസ് വേഴ്സസ് അർജുനായങ്കെ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. നമ്മളിലെ പണ്ടാരാണ്ട് പറയുന്നത് പോലെ അതിന് ഈ വെല്ലുവിളികൾക്കപ്പുറത്ത് മാരകമായ സംഗതികളൊന്നും നടന്നില്ല. ഈ വെല്ലുവിളിയും ഈ ഏറ്റുമുട്ടലിൻ്റെ അന്തരീക്ഷവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്ക് ഇന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ നിഷേധിച്ച കണ്ടാലുടൻ വെടിവെക്കാൻ ഉത്തരവ് എന്ന് പറഞ്ഞ് ചാനലിലൂടെ അങ്ങ് വെടിപൊട്ടിക്കൽ തുടങ്ങി. അത് ആരുത്തരവിറക്കിയെന്നും അങ്ങനെ ഒരു ഉത്തരവുണ്ടോ എന്നും അല്ലെങ്കിൽ അതിന് സവിശേഷമായി ഇയാളെ പിടിക്കാൻ വേണ്ടി നമ്മളിലെ പറയുന്നത് പോലെ പിടികിട്ടാ പുള്ളിയായി 1 കോടി രൂപ തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ച തീവ്രവാദി എന്ന തരത്തിലുള്ള സ്റ്റാറ്റസ് ഒന്നും വന്നിട്ടില്ല. സാമൂഹ്യ മാധ്യമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്നു. ആ വെല്ലുവിളിക്കുന്നതിൻ്റെ ഒരു വാശിയും വൈരാഗ്യവും സൃഷ്ടിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷത്തെ ചാനലുകൾ അങ്ങ് മുതലാക്കി കത്തിച്ച് അന്തരീക്ഷത്തിൽ നിർത്തുകയാണ്. അതിൽ കേരള പോലീസിനോട് പറയാനുള്ളത്, പോലീസ് അതിൻ്റെ നിയമവിധേയമായ ചതുരത്തിനുള്ളിൽ നിന്നുകൊണ്ട് അങ്ങനെ കുറ്റകൃത്യം ചെയ്ത ആളിനെ നിയമപരമായ നടപടിക്ക് വിധേയമാക്കുക എന്ന കർമ്മമാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ് അവർ നിർവഹിക്കേണ്ടത്. അർജുനായങ്കിയോട് പറയാനുള്ളത്, പോലീസ് സേന എന്നാൽ ഒരു സ്റ്റേറ്റിൻ്റെ നിയമവിധേയമായ ഒരു കൺട്രോളിങ് അതോറിറ്റിയാണ്, ഒരു സേനയാണത്. ആ സേനയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു കേസിൽ പ്രതിയായാൽ ആ പ്രതിയുടെ മേൽ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ചുമതലപ്പെട്ടവരാണ്. അവരെ നിങ്ങൾ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സ്റ്റേറ്റിനെ വെല്ലുവിളിക്കും പോലെയാണ്. നാളെ നിങ്ങളെപ്പോലെ എല്ലാ കുറ്റവാളികൾ എന്ന് പറയുമ്പോൾ കുറ്റാരോപിതരെല്ലാവരും ഫേസ്ബുക്കിൽ ഒളിഞ്ഞിരുന്ന് ഇതുപോലെ എന്നാൽ പിടിക്കുന്ന കാണട്ടെ എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റിൻ്റെ തന്നെ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ് എന്നുള്ള കാര്യം താങ്കൾ മനസ്സിലാക്കണം. കമൻ്റ് എഴുതുന്നവരുടെ ആവേശവും അതുപോലെ കത്തിക്കുന്നവരുടെ ആവേശവുമല്ല അവിടെ താങ്കളെ നയിക്കേണ്ടത് എന്ന ഉത്തമ ബോധ്യം താങ്കൾക്കുണ്ടാവണം. താങ്കളോട് അനീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ അനീതി ഇല്ലാതാക്കി നീതി തേടേണ്ടത് നീതിയുടെ വളയത്തിൽ നിന്നുകൊണ്ടാവണം, നിയമവിധേയമായ പ്രക്രിയയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാവണം. ഇപ്പോൾ ഒരു പോലീസ് അറസ്റ്റ് ചെയ്തു, ഒരു 6 മാസം ജയിലിൽ കിടന്നു, അല്ലെങ്കിൽ 3 മാസം കിടന്നു എന്നൊന്നും വിചാരിച്ച് അതൊന്നും ജീവിതാന്ത്യമല്ല. താങ്കൾ പറയുന്നത് പോലെ ഒരുപാട് ക്രിമിനലുകൾ തങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി നല്ല മനുഷ്യരായി വന്നിട്ടുണ്ട്. പക്ഷേ അതിന് ഈ ശൈലി തുടർന്നാൽ അതൊരു ശരിയായ കാര്യമല്ല. എൻ്റെ ഒരു മനസ്സിലെ തോന്നൽ, ഈ പറയുന്ന സംഭവങ്ങൾ അവസാനം കലാശിക്കുക ഒരു അനാവശ്യ ദുരന്തത്തിലാകും എന്നൊരു തോന്നൽ വന്നതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കണമെന്ന് വിചാരിച്ചത്. ഇത് ചാനലുകാർ അടുപ്പ് കൂട്ടി കത്തിക്കും. ഇതുപോലെ ഒരുപാട് പേരെ കത്തിച്ചിട്ടുണ്ട് അവർ.
അത് കത്തിച്ച് അവരുപേക്ഷിച്ച് മടങ്ങും. കാരണം ഇപ്പോൾ എല്ലാ ലൈവുകളും അർജുനായെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, അർജുനായെങ്കിൽ അങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് സ്വാഭാവികമായി പോലീസിൻ്റെ മേൽ സമ്മർദ്ദം കൂടുകയാണ്. ആ സമ്മർദ്ദം ഈ പറയുന്ന അനാവശ്യത്തിലേക്കാണ് എത്തിക്കുന്നത്. ഈ പോസ്റ്റ് ഇടുന്നത് കൊണ്ടും വെല്ലുവിളിക്കുന്നത് കൊണ്ടും ഒന്നും ഒരു കാര്യവുമില്ല. അർജുനായെങ്കിൽ താങ്കളെ കാത്തിരിക്കുന്ന കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, അല്ലെങ്കിൽ മക്കളുണ്ട്, മകനുണ്ടെങ്കിൽ ആ ജീവിതമാണ് താങ്കൾ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ശരിയിലേക്ക് വരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ ഈ കാണിക്കുന്ന ഈ പ്രതികരണങ്ങളൊക്കെ അപക്വമാണ്, അനാവശ്യമാണ്, അനുചിതമാണ്. കേരള പോലീസും ചെയ്യേണ്ടത് ഈ പറഞ്ഞ അയാൾ കുറ്റവാളിയാണെന്നിരിക്കെ തന്നെ അയാളെ നിയമവിധേയമായ ഒരു പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്ന തികച്ചും എന്താ പറയുന്നത്, ആ ഒരു നിയമവിധേയ പ്രക്രിയയുടെ ഭാഗമായി മാത്രം ഇതിനെ കണ്ടാൽ മതി. അല്ലാതെ ഈ ചാനലുകാർ കത്തിക്കുന്ന കണ്ട് പണ്ടിതുപോലെ ഓരോ കൊലപാതക പ്രതിയെ പിടിക്കാൻ വേണ്ടിയും ഇങ്ങനെ മണിക്കൂർ വെച്ച് കിട്ടിയില്ല എന്ന് കാണിച്ച് അവസാനം അനാവശ്യമായ ഒരു വികാരം ഉണ്ടാക്കേണ്ട കാര്യമില്ല. 2 ദിവസവും കൂടെ പുള്ളി ഒളിവിലിരുന്ന് അങ്ങനെ വെല്ലുവിളിച്ചതുകൊണ്ട് കേരള പോലീസിൻ്റെ ഒന്നും നഷ്ടപ്പെടില്ല. എടാ, സുകുമാരക്കുറുപ്പിനെ പോലെയുള്ള പിടികിട്ടാ പുള്ളികൾ എത്രയോ ഉണ്ട്. ഏതൊക്കെ ഗവൺമെൻറ്റുകൾ മാറി വന്നു. സുകുമാരക്കുറുപ്പിനെ പിടികിട്ടിയോ? ഇടയ്ക്കിടയ്ക്ക് വാർത്ത വരാറുണ്ട് അയാൾ ഗൾഫിൽ നിന്ന് നാട്ടിലെത്തി മോടെ കല്യാണത്തിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എത്രയോ പ്രതികളുണ്ട് കിട്ടാത്തവർ. അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ ചാനലുകാർ അനാവശ്യമായ ഒരു സംഗതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് തോന്നിയതുകൊണ്ടാണ് ഇതിൽ ഞാൻ പ്രതികരിച്ചത്.